ആദ്യത്തെ ഡയറക്ഷൻ തന്നെ സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോ എന്നാണ് ഇനി അടുത്ത സംരംഭം? ആളുകൾ കാത്തിരിക്കുകയാണ്. ചെയ്യണം, വളരെ പ്രതീക്ഷിക്കാല്ലേ? എന്നെ നായകനായിട്ടാണ് പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ടോ പടം? കണ്ടോ പടം? ഇനി ചെയ്യാൻ പോകുന്നതും ആക്ഷൻ മൂവി തന്നെ ആയിരിക്കും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എങ്ങനെയാ വന്നെന്നുള്ളത്. കൂടുതൽ ആക്ഷനോട് അങ്ങനെ കാറ്റഗറി ഒന്നുമില്ല. പണി 2 ആയിരിക്കും. പണി 2 ആയിരിക്കും. നോർമലി ഇങ്ങനൊരു ഇവിടെ തന്നെ അതിപ്പം പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ റിവ്യൂവിന് ബേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളായിരുന്നു ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ആയി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ, അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ. അവര് ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറെ ലവ് സ്റ്റോറി കാണണം, ഫീൽ ഗുഡ് സിനിമ കാണണം, തമാശ പടങ്ങൾ വരണം. അങ്ങനെ മാറി വരുമായിരിക്കും ഇനി, അങ്ങനെ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും. നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. നല്ല ഹെവി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമ്മള് പാർസൽ കുടിക്കുന്ന പോലെ. ചോദിക്കാൻ കാര്യം വേണമെന്നില്ല. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയുണ്ട്, കാരണം ചേട്ടനെ ഇങ്ങനെ കാരണം അതിലും വലിയ പടങ്ങൾ ഇറങ്ങിയിട്ട് പോലും ആരും മൈൻഡ് ചെയ്യാതെ വരുന്നു. അപ്പൊ ചേട്ടനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നല, അതാ ഞാൻ ചോദിച്ചത്. മനസ്സിലായില്ല, ചേട്ടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യ, കാരണം അത് കഴിഞ്ഞിട്ട് വേറെ പടങ്ങൾ ഇറങ്ങി, അതിനൊന്നും കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടുപോയി. അപ്പൊ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സിനിമ പറഞ്ഞ പോലെ പുറത്തുള്ളതിനേക്കാൾ അകത്താണ് ശത്രുക്കൾ എന്ന് പറഞ്ഞ പോലെ ആണോ? ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ 2 കണ്ണുനീരിടുന്നു, 2 ഡയലോഗ് പറയുന്നു, റീല് 1 മില്യൺ. പണിയെടുക്കുന്നവർക്ക് പണി കിട്ടും. ഇനി പണി രണ്ടാമത്തെ എടുക്കാൻ പോകണമെന്ന് അത് എന്നെ വെച്ചിട്ട്